ഞാനിന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് പാലക്കാടൻ മട്ട അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മട്ട അരിയാണ് കേട്ടോ. അരി നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ കുറച്ച് ഉലുവ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണ്. ഒരു കളറിന് വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേ. ഞാനത് ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതിയേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കുക. ഇത് ഞാനൊരു 4 വിസിൽ വരെയാണ് കേട്ടോ വേവിച്ചത്. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലും പിന്നെ തീ നന്നായി കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചോറൊക്കെ കട്ട പിടിക്കാതെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഈ ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് വേറിട്ട് നിൽക്കേ. അപ്പോൾ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത് മലബാർ ഏരിയയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പപ്പടും കുറച്ച് തൈരും. തൈരിൻ്റെയും ചിക്കൻ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ കറി ഉണ്ടായപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചോറ് ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.